പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതെന്താണ് ഈ കണ്ണാടിയൊക്കെ പിടിച്ച് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതും യഥാർത്ഥ മാർഷൽ ആർട്ടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പഠിച്ചൊരു അഭ്യാസി അയാൾ നേരെ പോയി തല്ലുകൊണ്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? കുറച്ചേറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും അല്ലേ? പലപ്പോഴും നമ്മളതേ പരിഹരിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതിനകത്തുനിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പഠിച്ച ബെൽറ്റൊക്കെ ഉള്ള ആൾക്കാരെ നാടൻ തല്ലുകാർ തല്ലി എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാടൻ തല്ലിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? നമ്മുടെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള അടിയാണ് പിന്നീട് ഫൈറ്റൊക്കെ ആയി മാറുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ നാടനടി വരുന്ന സമയത്ത് എങ്ങനെ കൈകളെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ അപകടകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വെസ്റ്റേൺ മാർഷൽ ആർട്സും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കുങ്ഫുവിലൊക്കെ ഈ ഒരു ക്യാറ്റ് സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്യാറ്റ് സ്റ്റൈലിൽ ക്യാറ്റും സ്നേക്കും തമ്മിലുള്ള ഫൈറ്റിംഗ് ഒക്കെ പറയും. അപ്പോൾ ആ സ്നേക്കിന് ക്യാറ്റിനേക്കാൾ വേഗത കുറവാണ്. നമ്മളെ സംബന്ധിച്ച് സ്നേക്ക് എന്താണ് വളരെ ഫാസ്റ്റായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതിലും വേഗതയാണ് പൂച്ചയ്ക്ക്. അപ്പോൾ ആ പൂച്ചയ്ക്ക് ആ വേഗത ഉള്ളത് കൊണ്ട് അവൻ പെട്ടെന്ന് വെട്ടിമാറുകയും ഇതിനെ അടിച്ച് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു മൃഗത്തിൻ്റെ പോരായ്മയും മറ്റൊരു മൃഗത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള സംവിധാനങ്ങളും എല്ലാം എന്താണ് അവിടെ പ്രയോഗിക്കുന്നത്. എന്നാലും നമ്മൾ കളരിപ്പയറ്റ് ഇനിയും മുമ്പോട്ട് വരേണ്ടിയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ഗജവടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗജത്തിൻ്റെ വടിവ് കൊണ്ട് അവിടെ തീരുകയാണ്. പിന്നെ അതിൻ്റെ പയറ്റൊക്കെ വരുമ്പോഴും നമ്മളിപ്പോൾ അറിയാം, ഓരോന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് അതിൻ്റെ ഫേസ് എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ എൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ്, കൂടുതൽ നല്ല ചലനങ്ങളും അതുമായി ബന്ധപ്പെട്ട് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് തോന്നത്തക്ക രീതിയിൽ ഇപ്പോൾ നമുക്ക് മറ്റത് പറയേണ്ടി വരും, ഇന്നതാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയേണ്ടി. ഇപ്പോൾ പുലിയംഗം എന്ന് പറയുമ്പോൾ പുലിയംഗമാണെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും തരത്തിലേക്ക് വരണമെങ്കിൽ കൂടുതൽ മൂവ്മെൻറ്റ് ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള മൂവ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനകത്തുള്ള വ്യത്യാസം, കൈകൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിനകത്ത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. നേരെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്ന നാടൻ പൂട്ടില്ലേ, കടലിലൊക്കെ ഉപയോഗിക്കുന്ന പൂട്ട്, ആദ്യം കാണിക്കുന്ന ആ പൂട്ടാണ്. അതിനുശേഷം അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അടി വരുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഇതിലേ കൂടെ വന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വലിച്ച് പുറകോട്ടെടുക്കാം. ഈ രണ്ട് കൈകൾ തമ്മിൽ ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കാം. നോക്കുക, കൈകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. കൂട്ടിപ്പിടിച്ച് നമ്മൾ താത്താൽ ഈ കൈയുടെ കുഴ ഊരിക്കും. ക്ലിയർ? ഇനി ഇത് നമുക്ക് മറ്റൊരു മാർഷൽ ആർട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറയണത്. ശ്രദ്ധിക്കുക. ഒരടിയോ പഞ്ചോ ഒക്കെ വരുമ്പോഴേ ആ സ്നേക്കിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരടി വരുന്ന സമയത്ത് സ്നേക്ക് നിൽക്കുന്നുണ്ട് പൊസിഷൻ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഇവിടെ നിൽക്കുക ചെയ്യും. ഇതിവിടെ നിൽക്കുന്നുള്ളതുകൊണ്ട് അടുത്തൊരു കൈ അവിടെ നിന്ന് വന്നാൽ നമുക്കിങ്ങനെ കയറി ചെയ്യാൻ പറ്റും. പിടി കിട്ടുക. അതായത് ഇങ്ങനെ ഒരു അടി വന്ന് ബ്ലോക്ക് ചെയ്ത് അവിടുന്ന് ഒരു അടി വന്ന് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, നമ്പർ 1. നമ്പർ 2, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അടി വരുന്നതിന് മുമ്പ് ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കാം. അവിടെ നിന്ന് ഒരു അടി വന്നു കഴിഞ്ഞാൽ തട്ടി ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് നേരെ പൊക്കോളുന്നുണ്ടോ? ആ പോകുന്നിടത്ത് നിന്ന് അവിടെ നിന്ന് അടി വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത അടി അവിടെ നിന്ന് വരിക, വന്നാൽ പോലും നോക്കണ്ട. കണ്ടോ, ഫിംഗർ ടിപ്സിൽ നമുക്ക് ആളെ കൃത്യമായിട്ട് നിർത്താൻ പറ്റും. ഇങ്ങനെ ചില കോമ്പിനേഷനുകളാണ് മാർഷൽ ആർട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി ആ സ്നേക്കിൻ്റെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ അല്പ വേഗത്തിൽ ഞാൻ കാണിച്ചുതരാം പൂട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊരു അടി വരുന്നു. അടിക്കാൻ സമയത്ത് കണ്ടോ, ഇവിടെ നമ്മൾ ചെയ്തത് ഒരു പഞ്ചിനെ നമ്മൾ വഴിതിരിച്ച് വിട്ട് പിടിക്കുന്ന ഒരു മെത്തേഡാണ്. നോക്കുക, പഞ്ച് വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ സി, ഇതാണ് ആദ്യത്തെ ആക്ഷൻ. നേരെ വരുമ്പോൾ നമ്മൾ ബോഡി മാറ്റിയിട്ട് ചെയ്യണം, ഇവിടെ കൊണ്ട് കവർ ചെയ്ത് പിടിക്കണം. ഓക്കെ, ഇനി കുറച്ചുകൂടെ വേഗത്തിൽ വരിക. കണ്ടോ, ഇത്രയേ ഉള്ളൂ കവർ, ഇനി വേറെ കവറിങ്ങിൻ്റെ വ്യത്യാസമില്ല. ഇനി നമ്മൾ ചെയ്യണത് ഈ നിൽക്കുന്നിടത്തു നിന്ന് ഇതിനെ കൈക്ക് അകത്തൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഒന്നുകൂടെ നോക്കുക. പഞ്ച് വരുന്ന ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ക്ലിയർ? ഇതേ സാധനം നമ്മളൊരു സ്നേക്ക് ഫോമിലാണ് വരുന്നെങ്കിൽ നിങ്ങൾ നോക്കണം എങ്ങനെ ചെയ്യുന്നുള്ളത്. ഒരു പഞ്ച് വരുന്ന സ്ഥലത്ത് റൈറ്റ്
ഇതൊക്കെ ചില നാടൻ പ്രയോഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു അടി വരുന്ന സമയത്ത് നമ്മൾ തട്ടുന്ന അതേ കൈ കൊണ്ട് അടിക്കുന്നു. ഓക്കെ, പഞ്ച് വരുന്ന സമയത്ത് നമ്മളിത് തട്ടി അങ്ങോട്ട് വിടുന്നു. അപ്പോൾ ആൾ തിരിയുന്ന സമയത്ത് നമുക്ക് കിക്ക് ചെയ്യാം. കിക്ക് ചെയ്യുമ്പോൾ ആൾ അങ്ങോട്ട് മുന്നോട്ട് പോകും. ആ സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അടുത്ത കിക്ക് ചെയ്തിട്ട് നിൽക്കാം. ഇതാണ് നമ്മൾ ചെയ്ത കാര്യം. ക്ലിയർ? ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അടി അടിക്കുന്ന സമയത്ത് നമുക്ക് തട്ടുന്നു. നമ്മൾ മുമ്പേ കണ്ട നാടൻ പ്രയോഗമാണെങ്കിൽ ഈ കൈ കണ്ടോ, ഈ കൈക്ക് നമുക്കൊരു ചുറ്റിക പ്രയോഗം നേരെ ഇടിക്കാം. കണ്ടോ, ചുറ്റിക പ്രയോഗം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ ഡേഞ്ചറാണ് ഈ സാധനം. ഇനി അവിടെ നിന്ന് ഒരു പഞ്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ചെയ്യാം. കണ്ടോ, ഇവിടെ ചെയ്യാം. അപ്പോൾ ഈ കൈ വരത്തില്ല. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രയോഗം നമുക്ക് മറുമയുടെ പ്രയോഗം നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ആൾ അങ്ങോട്ട് തിരിയും. ഈ തിരിയുന്ന സമയത്ത് നേരെ പോവാതെ നമുക്ക് ഇവിടെ ചെയ്യാം. കണ്ടോ, ആൾ താഴോട്ട് വരും. ആ സമയത്ത് നമുക്ക് മുന്നോട്ട് ആഞ്ഞ് പിടിച്ച് പുറകോട്ട് പിടിച്ച് ചോക്ക് ചെയ്യാം. എപ്പോഴും ആയോധനകലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. നമ്മൾ ആദ്യമേ പോയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യം എടുത്ത പോലെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വാ എന്നൊക്കെ വിളിച്ചിട്ട് നല്ല അടി കൊണ്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും, നാണക്കേടായിരിക്കും. അതേ സമയത്ത് നമ്മൾ മര്യാദക്കൊക്കെ പോയി തല്ലരുത് ഏട്ടാന്നൊക്കെ പറഞ്ഞ് മര്യാദക്കൊക്കെ നിന്നിട്ട് അടി കൊണ്ടാലും കാണുന്നവരെന്താ പറയുള്ളൂ, ഒരു പാവ അയാളെ തല്ലിന്നേ പറയുള്ളൂ. മറ്റേത് അഹങ്കാരമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് എപ്പോഴാണ് ഈ സ്റ്റൈലൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അടി കൊണ്ട് വീണയാൾ ഇനി എഴുന്നേക്കില്ല എന്ന് ഉറപ്പായാൽ ഇങ്ങനെയൊക്കെ വിളിക്കാം. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സിംപ്ലിസിറ്റിയാണ് മാർഷൽ ആർട്ടിൻ്റെ കോർ.